ബ്രസീൽ നോർവേയോട് തോൽവി വഴങ്ങിയതിനേക്കാൾ സങ്കടകരമായ ഒരു കാര്യമാണ് പകരക്കാരനായി 70-ാം മിനിറ്റിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലോട്ട് വരുമ്പോൾ ഒരു ഗോൾ സ്കോർ ചെയ്ത് മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ നോർവേ ബ്രസീലിനെ തോൽപ്പിക്കുന്നു. എന്നാൽ മത്സരശേഷം നെയ്മർ ജൂനിയർ ആ മഞ്ഞക്കുപ്പായത്തിൽ വിരമിക്കുകയാണെന്ന് പറയുകയാണ്. ബ്രസീലിന് വേണ്ടി നെയ്മർ ജൂനിയർ ഇനി കളിക്കളത്തിൽ ഉണ്ടാവുകയില്ല. ഇത് അയാൾ തന്നെ ഒഫീഷ്യലായി പറയുകയാണ്. ഞാനിനി മഞ്ഞക്കുപ്പായത്തിൽ ബ്രസീലിന് വേണ്ടി കളിക്കാൻ ഉണ്ടാവുകയില്ല. നെയ്മർ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഫുട്ബോൾ എന്ന കല പൂർണ്ണമാക്കാൻ പോകുന്നത്? കാനറി പടയെ നയിക്കേണ്ടത് നെയ്മർ അല്ലേ? നെയ്മർ ഇല്ലാത്ത എന്ത് ബ്രസീലാണ്? കാനറി പക്ഷികളുടെ നേതാവ് നെയ്മർ ദ സിൽവ സാന്റോസ് ജൂനിയർ. കാർലോ ആൻസെലോട്ടി അയാളെ മറന്നു കളയുകയാണോ അതോ മനഃപൂർവ്വം അയാളെ ഇല്ലാതെയാക്കുകയാണോ? മത്സരം തുടങ്ങി മത്സരത്തിൻ്റെ ഉടനീളം അയാൾ കളിക്കളത്തിൽ സബ്ബായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 70-ാം മിനിറ്റിൽ അയാൾ കളിക്കളത്തിലോട്ട് വരുമ്പോൾ 95-ാം മിനിറ്റിൽ ബ്രസീലിനൊരു പെനാൽറ്റി ലഭിക്കുകയും ആ പെനാൽറ്റി നെയ്മർ ഗോളാക്കുകയും ചെയ്തു. ബ്രസീലിന് ആദ്യമേ ഒരു പെനാൽറ്റി ലഭിച്ചതാണ്. ബ്രൂണോ ഗൊയ്മറസ് അത് ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ട് അടിച്ചു കളയുകയാണ്. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ നെയ്മർ കളിക്കളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ പെനാൽറ്റി കിക്കെടുക്കേണ്ടത് നെയ്മർ അല്ലേ? നെയ്മർ എടുത്തിരുന്നെങ്കിൽ അത് ഗോളായേനെ. അയാളില്ലാത്ത കുറവ് മത്സരത്തിൽ നമ്മൾ ഉടനീളം കണ്ടുകൊണ്ടിരുന്നു. മത്സരത്തിന് മുമ്പ് കാർലോ ആൻസെലോട്ടി ഇങ്ങനെ ചിന്തിക്കണമായിരുന്നു. 4 മത്സരവും അവസാനിക്കുമ്പോൾ നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഇറങ്ങിയത് ആകെ 20 മിനിറ്റാണ്. ഈ മത്സരമെങ്കിലും അയാൾ 90 മിനിറ്റ് കളിച്ചേക്കണമെന്ന് അയാളൊന്ന് ചിന്തിക്കണമായിരുന്നു. കാരണം ഇത് അയാളുടെ ലാസ്റ്റ് ഡാൻസ് ആണെന്ന് നമുക്കേവർക്കും അറിയാമായിരുന്നു. ആൻസെലോട്ടി അത് ചിന്തിച്ചില്ല. മത്സരത്തിൻ്റെ 70-ാം മിനിറ്റിലാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലോട്ട് വരുന്നത്. ഒരു ഗോളും നേടി അയാൾ തല ഉയർത്തി തന്നെ മടങ്ങിയിരിക്കുന്നു.